ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ ചെറുപ്പകാലത്തിൽ സ്കൂൾക്ക് മുല്ലപ്പൂവൊക്കെ ചൂടിപ്പോയൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇതാക്കും രാവിലെ തന്നെ ഞാൻ കട്ടനും നല്ല റവേൻ്റെ അപ്പം ഉണ്ടായിരുന്നുണ്ട്. അതും കൂട്ടിയിട്ട് നമ്മളെ വാട്ടേനീറ്റിൻ്റെതാണ് തുടങ്ങിയിട്ടോ. ഉച്ചക്ക് പിന്നെ ഇതാക്കണം പള്ള നിറച്ച് ബിരിയാണി അങ്ങോട്ട് തിന്നും. പിന്നെ ഇതാക്കണം വൈകുന്നേരം ഇപ്പോൾ പിന്നെ നമുക്ക് ഇതാക്കണം ആമാശയത്തിന് കുറച്ച് തരിപ്പ് വന്നല്ലോ. അങ്ങനെ ഇതാക്കണം നല്ലൊരു കട്ടൻ ചായ അല്ല നമുക്ക് പാൽ ചായ ആയിട്ട് നല്ല പാൽപ്പൊടി തിളപ്പിച്ചൊരു ചായ ഉണ്ടായിരുന്നു. അത് നല്ല ഉഷാറായിട്ട് അത് നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. നല്ല അരിമുറുക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ നല്ല ഒരു പിടുത്തണ്ട് പിടിച്ചു. സമാധാനമായിട്ട് കുടിച്ച് കഴിഞ്ഞപ്പം പിന്നെ രാത്രിക്കത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇന്നലെ പൊരിച്ച് വെച്ച മീനിൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടി മാത്രമുള്ള മീനുകളൊക്കെ കഴിഞ്ഞിന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് ചട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടിയിൽ ഇത്തിരി ചോറിട്ടാണ്ട് അങ്ങനെ ചോറ് തിന്നാൻ പോട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചട്ടിച്ചോറ് ഉണ്ടായെന്നുള്ളൊരു കഥ നിങ്ങൾക്ക് അറിയില്ലേ? പണ്ട് ഇതാക്കണിങ്ങൊക്കെ തന്നെയായിരുന്നു ചട്ടിച്ചോറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചട്ടിച്ചോറാണെങ്കിൽ ചോറ് പകുതി ആയിക്കാറില്ലേ, കൂട്ടാനേക്കാരം ഇഷ്ടം പോലെ. അങ്ങനെ അതും കൂടി പള്ളർച്ച് തിന്നപ്പോൾ ഒരു ശുഭമായിട്ടോ.